എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ നമ്മുടെ ആൾക്കാരെല്ലാവരും ആ എൻട്രൻസിനുള്ള സോൾജിയേഴ്സുമായിട്ട് പൊരിഞ്ഞ അട്ടിയിടി ബഹളം. അതേസമയം ബാക്കിയുള്ളവരാണെങ്കിൽ ഇപ്പോഴും ആ എൻട്രൻസിന്റെ അടുത്തേക്ക് എത്തിയിട്ടില്ല. അവരാണെങ്കിൽ ദൂരത്തായിട്ട് ആ ഒരു എൻട്രൻസ് കാണും. ഉടനെ കപ്പലിലുള്ളവർ അവർ പരസ്പരം പറയും, സത്യത്തിൽ ആ ഒരു എൻട്രൻസ് അതൊരു മെയിൻ എൻട്രൻസ് ആണ്. തീർച്ചയായിട്ടും അവിടെ ഒരുപാട് സോൾജിയേഴ്സും വലിയ വലിയ വെപ്പൻസും അതൊക്കെ തന്നെ ഉണ്ടാവും. പക്ഷെ ഒരു കാര്യം നമുക്ക് ഫേവറബിൾ ആണ്. ഇന്ന് ആ ഫയർ ഫെസ്റ്റിവൽ നടക്കുന്നത് കൊണ്ട് തന്നെ ഒരുപാട് സോൾജിയേഴ്സ് അവിടെ ഉണ്ടാവാനുള്ള ചാൻസ് കുറവാണ്. നമ്മുടെ കപ്പലുകൾ അത് കണ്ടു കഴിഞ്ഞാൽ അവർ ഇൻഫർമേഷൻ പാസ് ചെയ്ത് ഞൊട്ടിയിടയിൽ അവിടെ സോൾജിയേഴ്സ് എത്തുന്നൊക്കെ പറഞ്ഞ് അവരാണെങ്കിൽ ഇപ്പോൾ കപ്പൽ അതിനടുത്തേക്ക് അടുപ്പിക്കും. എന്നാണെങ്കിൽ ചുറ്റും നോക്കി ഇപ്പോൾ അവരോട് പറയും, സത്യത്തിൽ നമ്മൾ രക്ഷപ്പെട്ടു, ഇവിടെ ഇപ്പോൾ ആരുമില്ല, നമുക്ക് നമ്മുടെ പ്ലാൻ അത് ഈസി ആയിട്ട് നിറവേറ്റാൻ പറ്റുമെന്ന് പറയും. അപ്പോൾ ആ കൂടെയുള്ള പെണ്ണ് അവളാണെങ്കിൽ കിന്നിനോട് പറയും, ഒരിക്കലും അല്ല, നമ്മൾ കരുതും പോലെയല്ല, ഓൾറെഡി ലൂഫിയുടെ കപ്പൽ അത് മുൻപേ പോയതാണ്. അവളത് പറയേണ്ട താമസം വലിയൊരു പൊട്ടിത്തെറി. ക്ലിക്ക് ക്ലിക്ക്. ട്രഫാൽഗർ ആണെങ്കിൽ അടിച്ചു പറയും, അതെ, ലൂഫിയ ടീം അവരവരുടെ പണി അത് തുടങ്ങിക്കഴിഞ്ഞു. കിന്നും ടീമും ആണെങ്കിൽ ലൂഫിയോട് വിളിച്ചു പറയും, ലൂഫി, നമ്മുടെ പ്ലാൻ അതിങ്ങനെയല്ല, അതിന് കുറെ ചേഞ്ച് ഉണ്ട്. പക്ഷെ ലൂഫി ആണെങ്കിൽ അതൊന്നും ശ്രദ്ധിക്കാതെ ഫൈറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ഫൈറ്റ് ആണെങ്കിൽ വേറെ ലെവലിലേക്ക് പോകുന്ന കണ്ട ഇപ്പൊ സാമുറായി ടീം അവരാണെങ്കിൽ ലോയോട് കപ്പൽ ആ ഭാഗത്തേക്ക് ടേൺ ചെയ്യാനായിട്ട് പറയും. ലോയ്ക്കാണെങ്കിൽ അവന്റെ കൺട്രോൾ പോവും. കാരണം അവർ കാര്യമായിട്ട് പ്ലാൻ ചെയ്യും. ലൂഫിയും ടീമും ആണെങ്കിൽ അവർക്ക് തോന്നും പോലെ അതൊക്കെ എക്സിക്യൂട്ട് ചെയ്യും. ഇവിടെ ലൂഫി അവന്റെ ഫുൾ പവറിൽ അവിടെ ഉണ്ടായിരുന്ന വില്ലൻ സോൾജിയേഴ്സിന്റെ നേർക്കും ആ ഒരു വലിയ ഗേറ്റിന് നേർക്കും ഞെട്ടിക്കുകയാണ്. ആ ഒരു ഇടിയിൽ അവിടെ വലിയ പൊട്ടിത്തെറിയും നാശനഷ്ടവും ഒക്കെ സംഭവിക്കും. ഇട്ടുകൾ കൊണ്ട് ലൂഫിയാൻ ടീമാണെങ്കിൽ ആ വില്ലന്മാരെ എല്ലാവരെയും ഇല്ലാതാക്കും. പുറകിലുണ്ടായിരുന്ന കപ്പലുള്ള ആള് ലോയുടെയും പിന്നാലെയും വരുന്ന കപ്പലിലുള്ള സോൾജിയേഴ്സ് അവരെല്ലാവരും ചുറ്റും നോക്കും. അവിടെ ഒരുപാട് വില്ലൻ സോൾജിയേഴ്സ് മരിച്ചു കിടക്കുകയാണ്. വലിയ വലിയ വെപ്പൻസ് അതെല്ലാം തന്നെ നമ്മുടെ ആൾക്കാർ തകർത്തിട്ടു. കറക്റ്റ് സമയത്ത് ലൂഫിയാൻ ടീം അവിടേക്ക് എത്തിയിട്ടില്ലായിരുന്നുവെങ്കിൽ അവർ ശരിക്കും ഒരു കോമ്പറ്റീഷൻ കൊടുത്തേനെ. ഇവിടെ ഇവർ 3 പേരും കൂളായിട്ട് നിൽക്കുകയാണ്. ചോപ്പർ ആണെങ്കിൽ ഇപ്പൊ ലൂഫിയെയും ക്ലോയെയും സാഞ്ചയെയും അഭിനന്ദിക്കും. ആങ്കിക്കാണെങ്കിൽ ടെൻഷനാവും. ഇവിടെ എന്താ പാർട്ടി നടക്കുകയാണോ? ഞങ്ങൾ അഭിനന്ദിക്കാനായിട്ട് മര്യാദയ്ക്ക് ഞങ്ങളുടെ അടുത്തേക്ക് വന്ന് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യും. അതിന് ചോപ്പർ നൈസായിട്ട് ഒന്നും അറിയാത്തതുപോലെ അവിടുന്ന് സ്കിപ്പാവും. ലൂഫിക്കാണെങ്കിൽ ഇപ്പൊ ഡ്രിങ്ക്സ് വേണം. അവൻ ഡ്രിങ്ക്സ് എവിടെന്നെങ്കിലും കിട്ടുമെന്ന് അറിയാനായിട്ട് ചുറ്റും നോക്കി പതിയെ മുന്നേക്കും. ടിംബയോട് കപ്പല് അതങ്ങനെ പതിയെ മുൻപോട്ടേക്ക് എടുക്കാനായിട്ട് പറയും. അപ്പൊ ലോങ് ഷോട്ടിലായിട്ട് ബാക്കിയുള്ള വില്ലൻ സോൾജിയേഴ്സ് അവരാണെങ്കിൽ നമ്മുടെ ആൾക്കാരെ കണ്ട് പേടിച്ച് മാറി നിൽക്കുകയാണ്. ഇവിടെ ഡെഞ്ചറോ ആണെങ്കിൽ കെന്നിനെ അവനെ കൺഗ്രാചുലേറ്റ് ചെയ്യും. സത്യത്തിൽ നീ കണ്ടെത്തിയ ആൾക്കാർ അവർ ശരിക്കും ഉഷാറാണ്. ഇവരെക്കുറിച്ച് തന്നെ ആയിരിക്കും ഓടൻ അവൻ മരിക്കുന്നതിന് മുൻപ് നമ്മളോട് പറയാൻ ശ്രമിച്ചത്. പിന്നാണെങ്കിൽ ആ കാര്യങ്ങളെല്ലാം കേട്ട് ഒരുപാട് സന്തോഷത്തിൽ അങ്ങനെ ഇരിക്കുകയാണ്. ഇവിടെ ലൂഫിയൻ ടീം അവർക്ക് കിട്ടുന്നതും തടയുന്നതുമായിട്ടുള്ള സാധനങ്ങളെല്ലാം തന്നെ തിന്നും കുടിച്ചും എൻജോയ് ചെയ്ത് മുൻപോട്ടേക്ക് പോകും. കട്ട് ചെയ്ത ആ ഫ്ലവർ ക്യാപിറ്റൽ കാണിക്കും. അവിടെയും ഓടന്റെ മാൻഷനിലും ഇപ്പോ ആ ഫയർ ഫെസ്റ്റിവൽ അത് വേറെ ലെവലിൽ മുൻപോട്ടേക്ക് കൊണ്ടുപോവാണ്. ഭ്രാന്തന്മാരെ പോലെ വെള്ളം അടിച്ചും ഇത് കഴിച്ചും ഡ്രിങ്ക്സും ഫുഡും ഒക്കെ ആയിട്ട് അവരങ്ങനെ വേറെ ലെവലിൽ പാർട്ടി ആഘോഷിക്കും. മറ്റൊരു ഭാഗത്ത് ഒറോച്ചിയാണെങ്കിൽ അവന്റെ കണ്ണൊക്കെ കെട്ടി ഗേൾസുമായിട്ട് കളിക്കുകയാണ്. ഗേൾസ് ആണെങ്കിൽ ഒറോച്ചിയോട് ചോദിക്കും, എന്തുപറ്റി, അങ്ങ് ഭയങ്കര ഹാപ്പിയാണല്ലോ. അതിനവൻ പറയും, ഒന്നാമത്തെ കാര്യം ഈ ഫയർ ഫെസ്റ്റിവൽ അത് ഞാൻ ഒരുപാട് ആഘോഷിക്കുന്ന ഒരാഘോഷം തന്നെയാണ്. രണ്ടാമത്തെ കാര്യം അതാണ് ഏറ്റവും വലുത്, എനിക്ക് പ്രതിബന്ധമായി വന്ന എന്നെ തകർക്കാൻ ശ്രമിച്ച എല്ലാവരെയും ഞാൻ ഈസി ആയിട്ട് പറ്റിച്ചു, അവരെ ഞാൻ ലോക്ക് ചെയ്തു എന്ന് പറഞ്ഞ് അവനങ്ങനെ തുള്ളിച്ചാടും. ഒറോച്ചിയാണെങ്കിൽ 32 പല്ലൊക്കെ കാണിച്ച് അങ്ങനെ ക്യൂട്ടായിട്ട് ചിരിക്കും. കൂടെയുള്ള പെണ്ണുങ്ങളെല്ലാം അവന്റെ ചിരിയെ വർണ്ണിക്കുകയാണ്. മറ്റൊരു ഭാഗത്ത് നമ്മുടെ ക്വീന് അവളാണെങ്കിൽ ഒരുപാട് അണ്ടാവ് നിറയെ റെഡ് ബീൻ സൂപ്പ് കുടിച്ചുകൊണ്ടേയിരിക്കും. ഷെഫുകളാണെങ്കിൽ ഓരോരോ അണ്ടാവുകളായി ഉണ്ടാക്കി പിന്നെ കൊടുക്കുകയാണ്. ക്വീനിന് മാത്രമല്ല ബിഗ് മോമിനും. അവർ രണ്ടുപേരും മാറി മാറി ചോദിക്കും. ഷെഫുകൾക്കാണെങ്കിൽ ചത്താ മതിയെന്നാവും, ആർക്ക് കൊടുക്കണം എന്നറിയാതെ അവരങ്ങനെ ടെൻഷൻ അടിച്ച് പകച്ചു നിൽക്കും. ക്വീനാണെങ്കിൽ ഡാൻസ് ഒക്കെ കളിച്ച് വമ്പം പെർഫോമൻസ് ഒക്കെ കൊടുക്കുകയാണ്. കട്ട് ചെയ്ത ഇപ്പൊ ആ കൊടും കാട് കാണിക്കും. അവിടെയാണെങ്കിൽ ഏതോ ആളുടെ ബോഡിയിൽ ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ചെയിനുകൾ അതെല്ലാം തന്നെ കത്തി ഉപയോഗിച്ച് അങ്ങനെ വെട്ടിയെറിയാണ്. അതേസമയം ഇവിടെ കൈഡോ അവനും പാർട്ടി വേറെ ലെവലിൽ കൊണ്ടുപോകും. ാണെങ്കിൽ ഒരു മകനുണ്ട്. കൈഡോ ആണെങ്കിൽ മകനിപ്പോ എന്താ ചെയ്യണമെന്ന് കൂടെയുള്ളവരോട് ചോദിക്കും. അടുത്ത നിമിഷം വലിയൊരു മല തകർത്ത് ആളുടെ മകൻ ഒരു മാസ്ക് ഒക്കെ വെച്ച് അവിടേക്ക് വരികയാണ്. കൈഡോ ആണെങ്കിൽ അവന്റെ മകനെ എല്ലാവർക്കും മുൻപിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ തയ്യാറാവും. ഇവിടേക്കാണെങ്കിൽ അവന്റെ ക്ഷണപ്രകാരം കുറെ ചീഫുകളൊക്കെ കടന്നു വരും.
മറ്റൊരു ഭാഗത്ത് ബിഗ് മോം ആണെങ്കിൽ ആ വലിയ പാർട്ടിയിൽ പങ്കെടുക്കാനായി ഫ്രഷായി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യുകയാണ്. ഇതാ ഇവിടെ ഡിസ്കോ ലൈറ്റൊക്കെ ഇട്ട് ക്വീനും അവിടെ ഉണ്ടായിരുന്ന അവളുടെ കുറെ അസിസ്റ്റൻസ് ഒക്കെ ചേർന്ന് ഡിസ്കോ ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ചുറ്റും മ്യൂസിക്കും ഒക്കെ റൈസപ്പ് ആയി ഇപ്പോൾ ഫയർ ഫെസ്റ്റിവൽ അത് വേറെ ലെവലിൽ അവർ ആഘോഷിക്കുകയാണ്. അതേസമയം കിങ് ആണ് അവർക്ക് കട്ട സെക്യൂരിറ്റി കൊടുക്കുക. അവിടേക്ക് ആരെങ്കിലും വരുന്നുണ്ടോ, ആരെങ്കിലും ആ പാർട്ടി നശിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ടോ എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ ആളും ആളുടെ അസിസ്റ്റൻസും ചേർന്ന് സർവൈലൻസ് നടത്തിക്കൊണ്ടേയിരിക്കും. അതേസമയം ബാക്കി ആ പാർട്ടി ആഘോഷിക്കുന്ന ആർക്കും തന്നെ പ്രത്യേകിച്ച് പേടിയൊന്നുമില്ല. കീനാണെങ്കിൽ ഗിഫ്റ്റേഴ്സ് അവിടെയുള്ള മെയിൻ ആയിട്ടുള്ള ആൾക്കാരുടെ ഒക്കെ പേര് വിളിച്ചു പറഞ്ഞ് അവരെ ഒക്കെ തന്നെ ചേരയിപ്പിക്കുകയാണ്. അതേസമയം ഒറോച്ചി ആണെങ്കിൽ അവന്റെ അസിസ്റ്റൻസിനോട് പാർട്ടി എൻജോയ് ചെയ്യാനായിട്ട് പറയും. അതിനാള് പറയും, അയ്യോ ഇല്ല ഇല്ല, ഞങ്ങൾക്ക് പാർട്ടിയൊന്നും വേണ്ട, അങ്ങയുടെ കൂടെ നിന്ന് അങ്ങയെ പ്രൊട്ടക്ട് ചെയ്യുക, അത് മാത്രമാണ് ഞങ്ങളുടെ ദൗത്യം. പക്ഷെ ഒറോച്ചി ആണെങ്കിൽ അവർ നിർബന്ധിക്കും, നിങ്ങൾ ടെൻഷൻ ആവേണ്ട കാര്യമില്ല, ഇവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല, എല്ലാം അണ്ടർ കൺട്രോളിലാണ്. ക്വീൻ ആണെങ്കിൽ പാട്ട് അങ്ങനെ നിർത്താതെ പാടിക്കൊണ്ടേയിരിക്കും. പാട്ടിലൂടെ ഒരുപാട് കാര്യങ്ങൾ ക്വീൻ അവൾ അങ്ങനെ കൺവേ ചെയ്യുകയാണ്. ബിഗ് മോം അവിടേക്ക് വന്നതും അവൾക്ക് ശേഷം അവളുടെ അസിസ്റ്റൻസും മക്കളും അങ്ങനെ എല്ലാവരും അവിടേക്ക് എത്തിയതും അവൾ പാട്ടിലൂടെ അറിയിക്കും. മറ്റൊരു ഭാഗത്ത് ആ ടൊബറക്കോ മെമ്പേഴ്സ് അവർക്കാണെങ്കിൽ ക്വീൻ്റെ പാട്ട് ഒട്ടും ഇഷ്ടാവില്ല. അവനെ കൊല്ലാനായിട്ട് അവരങ്ങനെ പ്ലാൻ ചെയ്യാണ്. ക്വീൻ മരിച്ചു കഴിഞ്ഞ ഒരു പാർട്ടി അത് പിന്നെ ആര് നയിക്കും എന്നൊക്കെ ചോദിച്ച് അവരങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും. അതേസമയം അവരുടെ ടീമിലുള്ള ഡ്രേക്ക് അവരാണെങ്കിൽ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ച് അങ്ങനെ ഓരോ ഭാഗത്തേക്ക് നോക്കും. അതിനുശേഷം ഡ്രേക്കിന്റെ ടീമിലുള്ള എല്ലാവരും ഇപ്പൊ പരസ്പരം തർക്കിക്കുകയാണ്. കാരണം ആ പേജ് 1 സാഞ്ചിയോട് കൂടെ ഫൈറ്റ് ചെയ്ത് തോറ്റുപോയി. അത് പറഞ്ഞ് അവർ പരസ്പരം അവനെ കളിയാക്കും. ആ ടീമിലുള്ള ആൾട്ടിക്കാണെങ്കിൽ അത് കേട്ട് വല്ലാതെ ടെൻഷനാവും. കാരണം പേജ് 1 അവളുടെ ബ്രദറാണ്. മാത്രമല്ല ഇപ്പൊ എന്തിനാണ് അവരെ ഇവിടേക്ക് വിളിച്ചതെന്ന് അവർക്ക് മനസ്സിലാവില്ല. കൈഡോയുടെ സ്പെഷ്യൽ ഇൻവിറ്റേഷൻ അത് കിട്ടിയതുകൊണ്ട് മാത്രമാണ് ഇവരെല്ലാവരും ഇപ്പൊ ഇവിടേക്ക് വന്നത്. അവരതിനെക്കുറിച്ചും എന്തൊക്കെയോ അങ്ങനെ ചിന്തിക്കുകയാണ്. കുട്ടിയാണെങ്കിൽ തീർച്ചു പറയും, ഇത് തീർച്ചയായിട്ടും കൈഡോയുടെ ഫാമിലി മാറ്റർ തന്നെയായിരിക്കും. അത് കേട്ട് എല്ലാവരും വണ്ടറടിക്കുകയാണ്. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത് ലൂഫിയെ കാണിക്കും. ഓൾമോസ്റ്റ് ആ കവാടത്തിനോട് ചേർന്നുണ്ടായിരുന്ന വില്ലന്മാരെ എല്ലാവരെയും തകർത്ത് കളഞ്ഞിരിക്കുകയാണ്. ലൂഫി ആണെങ്കിൽ ബാക്കിയുള്ളവരെ കൈകാട്ടി അവിടേക്ക് വിളിക്കും. ഇങ്ങനെയുള്ള വില്ലന്മാരെ ഓൾമോസ്റ്റ് ഞങ്ങൾ എല്ലാവരും ചേർന്ന് ഫൈറ്റ് ചെയ്ത് തകർത്ത് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ഈസി ആയിട്ട് നമ്മുടെ പ്ലാൻ അത് എക്സിക്യൂട്ട് ചെയ്യാനുള്ള സമയമായി. മറ്റൊരു ഭാഗത്ത് സോറോയ്ക്കാണെങ്കിൽ വലിയൊരു ഡ്രിങ്ക്സിന്റെ ബാരൽ കിട്ടുകയാണ്. എനിക്ക് നന്നായിട്ട് സ്മെല് ചെയ്യാനുള്ള കഴിവുണ്ട്, അങ്ങനെ ഈസി ആയിട്ട് ഞാനിത് കണ്ടുപിടിച്ചു എന്ന് പറയും. പിന്നീട് ഓരോരുത്തർക്കും അങ്ങനെ ഡ്രിങ്ക്സ് ഒഴിച്ചു കൊടുത്ത് അവരങ്ങനെ ഹാപ്പി ആയിട്ട് ആ ഒരു പാർട്ടി എൻജോയ് ചെയ്യുകയാണ്. അല്പസമയം കഴിയുമ്പോഴേക്കും ഇപ്പൊ കിന്നും ടീമും നമ്മുടെ ആൾക്കാരുടെ അടുത്തേക്ക് എത്തുകയാണ്. കിന്നാണെങ്കിൽ ഇപ്പൊ ലൂഫിയോട് താങ്ക്സ് പറയും. താങ്ക് യു വെരി മച്ച്. സത്യത്തിൽ നിങ്ങളുടെ പ്ലാനുകളെ എല്ലാം തന്നെ തകർത്തുകൊണ്ട് നിങ്ങൾ എല്ലാ കാര്യങ്ങളും വളരെ സ്പീഡായിട്ട് ചെയ്തിരിക്കുകയാണ്. ഞങ്ങൾ ഈ എൻട്രൻസിലുള്ള ആൾക്കാരെ അവരെങ്ങനെ തകർക്കാം എന്നാലോചിച്ച് കപ്പലുമായി ഇവിടേക്ക് എത്തിയപ്പോഴേക്കും നിങ്ങൾ അവരെ എല്ലാവരെയും നശിപ്പിച്ച് കളഞ്ഞിരിക്കുകയാണ്. ഞങ്ങൾക്കതിൽ ഒത്തിരി സന്തോഷമുണ്ട്. ഞങ്ങളുടെ കോൺഫിഡൻസും പവറും ഇരട്ടിയായിരിക്കുകയാണ്. ഞങ്ങളുടെ ഈ ഒരു അവസ്ഥയുടെ കാരണക്കാര് അത് നിങ്ങളാണെന്ന് പറഞ്ഞ് നമ്മുടെ ആൾക്കാരെ കിന്നാണെങ്കിൽ അഭിനന്ദിക്കും. ഇവിടെ ഉസോപ്പിനാണെങ്കിൽ വയറ് വിശന്ന് അവൻ നിലവിളിക്കാൻ തുടങ്ങും. കിന്നും ടീമും ആണെങ്കിൽ കൂടുതൽ ആയുധങ്ങളൊക്കെ കയ്യിലേന്തി മുൻപോട്ടേക്ക് പോകും. അവരുടെ ഏറ്റവും വലിയ കോൺഫിഡൻസ് അത് ലൂഫിയാൻ ടീം അവരോടൊപ്പം ഉണ്ട് എന്നത് മാത്രമാണ്. ഇവിടെ ലൂഫിയാൻ ടീം അങ്ങനെ ഡ്രിങ്ക്സ് കയ്യിലെടുത്ത് വെച്ച് ചിയേഴ്സ് അടിക്കുകയാണ്. അടുത്ത നിമിഷം ഡ്രിങ്ക്സ് ഒഴിച്ച കപ്പ് അത് താഴെ വയ്ക്കും. എനിക്ക് ബിഗ് മോമിനെയും ഒറോച്ചിയെയും കൈഡോയെയും അവരെ 3 പേരെയും ഇല്ലാതാക്കണം. അതിനുശേഷം മാത്രമേ ഞാൻ ഈ ഡ്രിങ്ക്സ് കഴിക്കൂ. അതിനുശേഷം ഇതിലും വലിയൊരു പാർട്ടി അത് നമുക്ക് ആഘോഷിക്കാം. ബിഗ് മോം നീ അതിന് ഓക്കെ ആണോ ചോദിക്കും. ബിഗ് മോം ആണെങ്കിൽ ഞാൻ അതിന് ഓക്കെ ആണെന്ന് പറഞ്ഞ് ആളുടെ ഗ്ലാസും താഴെ വെക്കും. അത് കേട്ട് ബാക്കിയുള്ള നമ്മുടെ ആൾക്കാരും ഇപ്പൊ കപ്പുകൾ ഒന്നൊന്നായിട്ട് താഴെ വെച്ച് അങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ അവിടെ വെച്ച് ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.